നമസ്കാരം. പശ്ചിമ ബംഗാളിൽ തകർന്നടിഞ്ഞ CPM ഭരണത്തെയും പാർട്ടിയും വിമർശിച്ച് കഥാകൃത്ത് ടി പത്മനാഭൻ. കണ്ണൂർ ഹോട്ടൽ ഗ്രാൻഡ് ബിനാലയിൽ നടന്ന ബംഗാളിലെ CPMന്റെ 3.5 പതിറ്റാണ്ടിലെ ഉയർച്ച താഴ്ചകൾ പറയുന്ന സൗർജ ഭൗമിക്ക് രചിച്ച കഥേതര പുസ്തകമായ ഗാങ്സ്റ്റർ സ്റ്റേറ്റിന്റെ മലയാളം പരിഭാഷ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജ്യോതി ബസുവിന്റെയും ബുദ്ധദേവിന്റെയും കാലത്ത് ഒരു ത്രിവർണ്ണ പതാക ബംഗാളിൽ ഉണ്ടായിരുന്നില്ല. ജ്യോതി ബസു വിദ്യാസമ്പന്നനും പണ്ഡിതനുമായിരുന്നു. എന്നാൽ ആ പ്രയോജനം ബംഗാളിന് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമായിരുന്നു. കവിയായിരുന്ന ബുദ്ധദേവിന് ശേഷം മമതയുടെ കാലം എത്തിയപ്പോൾ ബംഗാളിൽ ഒരിടത്തും ചെങ്കൊടി അടയാളം കാണാൻ കഴിഞ്ഞില്ല. മമത ഒരു വനിതയാണെങ്കിലും യാതൊരു മമതയും ഇല്ലാതെയാണ് ഭരിക്കുന്നത്. എല്ലാത്തിലും കാലഹരണമുണ്ട്. എന്തുകൊണ്ടാണ് ബംഗാളിൽ കമ്മ്യൂണിസം കാലഹരണപ്പെട്ടതെന്ന് കമ്മ്യൂണിസ്റ്റുകൾ ചിന്തിക്കണം. നന്ദിഗ്രാം കേരളത്തിലും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കേരളത്തിലെ ഹോട്ടലുകളിൽ മുഴുവൻ ജോലി ചെയ്യുന്നത് ബംഗാളികളാണ്. CPM ഭരിച്ച ത്രിപുരയിൽ നിന്നും ഇതുകൂടാതെ ജാർഖണ്ഡിൽ നിന്നുമൊക്കെ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. 1/4 നൂറ്റാണ്ടിലേറെ കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ ഭരിച്ചിട്ട് ഒന്നും നടന്നില്ല. ഇതിനേക്കാൾ വലിയ വീഴ്ച ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നും ടി പത്മനാഭൻ ചോദിച്ചു. KC വേണുഗോപാൽ പുസ്തകം ടി പത്മനാഭന് നൽകി പ്രകാശനം ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പിണറായി വിജയനോട് തനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് ടി പത്മനാഭൻ. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി വിജയനുമായി വലിയ ആത്മബന്ധമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഞാനൊരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. പിണറായി വിജയന്റെ വീടാണത്. AK ആന്റണി ഞാനും സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തിന്റെ വീട് എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ ഒരാൾ കൂടിയാണ് CPMനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. സംഘപരിവാർ പറയാൻ മടിക്കുന്ന വർഗീയതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതെന്ന് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ചടങ്ങിൽ പറഞ്ഞു. വർഗീയത രാഷ്ട്രീയ നേട്ടത്തിനായി മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നതാണ് കേരളം കണ്ടതെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ബംഗാളിലെ CPM പാർട്ടിയുടെ ഭരണകാലത്തുണ്ടായ ഗുണ്ടാ മാഫിയ വൽക്കരണവും അതിനെ തുടർന്നുണ്ടായ തകർച്ചയും പ്രതിപാദിക്കുന്ന കഥേതര കൃതിയായ ഗാങ്സ്റ്റർ സ്റ്റേറ്റിന്റെ മലയാള പരിഭാഷ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു KCയും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത്. ബംഗാളി മാധ്യമപ്രവർത്തകനായ സൗർജ ഭൗമിക് രചിച്ച ബംഗാളി കഥേതര കൃതിയായ ഗാങ്സ്റ്റർ സ്റ്റേറ്റിന്റെ മലയാള പരിഭാഷാ പുസ്തകം പ്രിയദർശിനി പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയത്. ബംഗാളിൽ CPMന്റെ തകർച്ചയെ പ്രതിപാദിക്കുന്ന പുസ്തകം അജീർകുട്ടിയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. യഥാർത്ഥ ആശയങ്ങളെ മറന്ന പാർട്ടിയുടെ അവസ്ഥയാണ് ഭൗമിക് ഗാങ്സ്റ്റർ സ്റ്റേറ്റിൽ വിവരിക്കുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയ പ്രചാരണമല്ല കേരളത്തിലെ ഭരണത്തിൽ നടക്കുന്നത്. കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരും ഭൗമികനെ പോലെ പാർട്ടി നിലപാടിനെതിരെ പുസ്തകം എഴുതുന്ന കാലം വിദൂരമല്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ബംഗാളിൽ പാർട്ടിക്കുണ്ടായ തകർച്ച പോലും കേരളത്തിലെ പാർട്ടിക്കും ഉണ്ടാവുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിഞ്ഞു. അവരുടെ പ്രതികരണമാണ് തിരഞ്ഞെടുപ്പിൽ കണ്ടത്. സംഘപരിവാർ പറയാൻ മടിക്കുന്ന വർഗീയത മുഖ്യമന്ത്രി പറയുന്നു. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിക്കുകയെന്ന് മാറാട് കലാപങ്ങൾ ആവർത്തിക്കുമെന്നാണ് AK ബാലൻ പറഞ്ഞത്. ഒരിക്കലും ഇടത് നേതാക്കളിൽ നിന്നും ഇത്തരം ജനങ്ങളിൽ ചേരിതിരിവുണ്ടാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇതിനെ പിന്തുണയ്ക്കാണ് മുഖ്യമന്ത്രി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം K സുധാകരൻ MP അധ്യക്ഷനായ ചടങ്ങിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി, ഗ്രന്ഥകാരൻ സൗർജ ഭൗമിക്, എഴുത്തുകാരി സുധാ മേനോൻ, പഴകുളം മധു, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു.